അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് രണ്ടാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അദ്ദറസു സാനി ആദാബുൽ മസ്ജിദ്. യുസന്നു ലിമൻ യദ്ഖുലുൽ മസ്ജിദ അൻ യുഖദ്ദിമ റിജ്ലഹുൽ യുംന വയഖൂല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക വയുസല്ലി റക്അതൈനി തഹിയ്യതൻ ലിൽ മസ്ജിദി വയുക്റഹു തർക്കുഹ ബിലാ ഉദ്രിൻ വതഫൂതു ബിൽ ജുലൂസി ഫീഹി വയുസന്നു ലിമൻ ലം യതമക്കൻ ലഹ അൻ യഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം 4 മറാത്തിൻ. വയുസന്നു ലഹു അൻ യൻവിയൽ ഇഅ്തികാഫ ബിനവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല വലാ യർഫഉ സൗതഹു ഫിൽ മസ്ജിദി വലാ യതകല്ലമു ബികലാമിൻ ദുനിയവിയ്യിൻ വലാ യദ്ഖുലു ഫീഹി മൻ തനാവല ഷൈഅൻ ലഹു റീഹുൻ ഖബീഹുൻ കൽബസ്വലി വദ്ദുഖാൻ വഇദാ ഖറജ മിൻഹു യഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫളിക്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദ ഔ റാഹ വഖാല ഉരിളത്ത് അലയ്യ ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദാത്തു യുഖ്രിജുഹർ റജുലു മിനൽ മസ്ജിദ്. ഇനി നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുള്ള അർത്ഥം നോക്കാം. അൽ മാഇന ഗദ അതിരാവിലെ പോയി, അൽ ഖദാത്തു കരട്, റാഹ വൈകുന്നേരം പോയി, അൽ ബസലു ഉള്ളി, നുസുലുൻ സൽക്കാരം, അഅദ്ദ ഒരുക്കി വെച്ചു, മസ്ജിദുൻ പള്ളി, തനാവല ഉപയോഗിച്ചു, ദുഖാനുൻ പുകയില, സൗത്തുൻ ശബ്ദം, തഫൂത്തു നഷ്ടപ്പെടും. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാം. അദ്ദറസു സാനി പാഠം 2 ആദാബുൽ മസ്ജിദി പള്ളിയോടുള്ള മര്യാദകൾ. യുസന്നു ലിമൻ യദ്ഖുലുൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നവന് സുന്നത്താക്കപ്പെടും അൻ യുഖദ്ദിമ റിജ്ലഹുൽ യുംന വലതുകാൽ മുന്തിച്ചുകൊണ്ട് പ്രവേശിക്കൽ. വയഖൂല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. അല്ലാഹുവേ എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരികയും നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരികയും ചെയ്യണമേ എന്ന് പറയുക. വയുസല്ലി റക്അതൈനി തഹിയ്യതൻ ലിൽ മസ്ജിദി പള്ളിക്ക് വേണ്ടി തഹിയ്യത്തായിട്ട് 2 റക്അത്ത് നിസ്കരിക്കൽ. വയുക്റഹു തർക്കുഹ ബിലാ ഉദ്രിൻ കാരണം കൂടാതെ തഹിയ്യത്ത് ഉപേക്ഷിക്കുന്നത് കറാഹത്താണ്. വതഫൂതു ബിൽ ജുലൂസ് ഫീഹി അത് അവിടെ ഇരിക്കൽ നഷ്ടപ്പെടുത്തും. വയുസന്നു ലിമൻ ലം യതമക്കൻ ലഹ തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യം ലഭിക്കാത്തവന് സുന്നത്താക്കപ്പെടും അൻ യഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം 4 മറാത്തിൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് 4 തവണ പറയൽ സുന്നത്താക്കപ്പെടും. വയുസന്നു ലഹു അൻ യൻവിയൽ ഇഅ്തികാഫ ബിനവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്തോടുകൂടി ഇഅ്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. വലാ യർഫഉ സൗതഹു ഫിൽ മസ്ജിദി പള്ളിയിൽ സംസാരം ഉയർത്താതിരിക്കുക. വലാ യതകല്ലമു ബികലാമിൻ ദുനിയവിയ്യിൻ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വലാ യദ്ഖുലു ഫീഹി മൻ തനാവല ഷൈഅൻ ലഹു റീഹുൻ ഖബീഹുൻ മോശമായ ഗന്ധമുള്ള വസ്തു ഉപയോഗിച്ചവൻ പള്ളിയിൽ പ്രവേശിക്കാതിരിക്കുക. കൽബസലി വദ്ദുഖാനി ഉള്ളി പുകയില പോലുള്ളവ. വഇദാ ഖറജ മിൻഹു യഖൂലു പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയുക
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഫർലി ദുനൂബി വഫ്തഹ്ലി അബുവാബ ഫളിക്. അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. അള്ളാഹുവേ, എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരികയും നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരികയും ചെയ്യണമേ എന്ന് പറയുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുലൻ കുല്ലമ ഗദ ഔ റാഹ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് നടന്നാൽ അങ്ങനെ നടക്കുന്നിടത്തോളം കാലം അള്ളാഹു സ്വർഗത്തിൽ അവന് സൽക്കാരം ഏർപ്പെടുത്തുന്നതാണ്. വഖാല, അദ്ദേഹം പറഞ്ഞു, ഉരുളത്ത് അലയ്യ ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദാത്തു യുഖ്രിജുഹർ റജുലു മിനൽ മസ്ജിദി. എൻ്റെ സമുദായത്തിനു ലഭിക്കുന്ന കൂലികൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഒരു വ്യക്തി പള്ളിയിൽ നിന്ന് എടുത്തു കളയുന്ന കരടിന് പോലും, പള്ളിയിൽ നിന്ന് പൊടി നീക്കിക്കളഞ്ഞാൽ അതിന് വരെയും കൂലി ലഭിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ്, മാതാ യഖൂലു മൻ യദ്ഖുലുൽ മസ്ജിദ്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരികയും നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരികയും ചെയ്യണമേ. 2. മാതാ യഖൂലു മൻ യഖ്റുജു മിനൽ മസ്ജിദി. പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ ഫളിക്. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരികയും നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരികയും ചെയ്യണമേ. അടുത്തത് 3. കൈഫ യൻവിയൽ എഴുത്തിക്കാഫ്. എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി എഴുത്തിക്കാഫ് ഇരിക്കുവാൻ ഞാൻ കരുതി ഉറപ്പിച്ചു. അടുത്തത് ഉക്തുബ് ഖംസതം മിൻ ആദാബിൽ മസ്ജിദി. പള്ളിയോടുള്ള മര്യാദകളിൽ നിന്ന് 5 എണ്ണം എഴുതുക. എന്തൊക്കെയാണ് മര്യാദകളെന്ന് മനസ്സിലായല്ലോ. അതിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള 5 എണ്ണം എഴുതുക. ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.